അതിന്റെ പിൻഗാമികളാണ് നാം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കളെ മരിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് അടിച്ചമർത്തിക്കളയാമെന്നോ കൊന്നുകളഞ്ഞിട്ട് നേതാവാകാമെന്നോ ആരും വിചാരിക്കണ്ട. ഇത് ബോധപൂർവം തന്നെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് കാന്തപുരത്തൊരു ചെറ്റ കൊരച്ചാൽ എന്ന് പറഞ്ഞതിന് തിരിച്ച് മറ്റൊരു നാടിന്റെ പേര് പറഞ്ഞ് അതിനേക്കാൾ പലിശ സഹിതം വിളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഞങ്ങളെ കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഞങ്ങളെ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ പഠിപ്പിച്ചത് ഇസ്ലാമാണ്. ഞങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പഠിച്ചവരാണ്. ഞങ്ങൾ ഹദീസ് ഓതിക്കൊണ്ട് പഠിച്ചവരാണ്. അതുകൊണ്ട് കാന്തപുരത്തെ പറയുന്നത് പോലെ മറ്റൊരു നാടിനെ പറയാൻ, കാന്തപുരം ഉസ്താദ് ഒരു ബാക്കവി ബിരുദധാരിയാണെങ്കിൽ ആ നേതാവ് ഒരു ഫൈസി ബിരുദധാരിയാണ്, അയാളെ പറയാനും ഞങ്ങൾക്ക് പലിശ സഹിതം മലയാള നിഘണ്ടുവിൽ വാചകം ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അത് ഇസ്ലാമികതക്കും സംസ്കാരത്തിനും ചേർന്നതല്ലാത്തത് കൊണ്ടാണ്. കഴിവുകേടായി വ്യാഖ്യാനിക്കേണ്ട ആരും. അതൊക്കെ വിളിക്കാൻ അറിയാം. അതിനൊക്കെ ഉള്ള ത്രാണിത്വവും തന്റെ ഇടമൊക്കെ ഉണ്ട്. 1989 സമസ്തയിൽ ഒരു നിർണായകമായ പിളർപ്പ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ, ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്, മരണപ്പെട്ടുപോയി അണ്ടോണം മുഹീദ്ദീൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദ്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു 10-ൽ താഴെ അംഗങ്ങൾ, അതിൽ ഉറച്ചു നിന്നുകൊണ്ട് 6 പ്രമുഖരായ പണ്ഡിതന്മാർ, അപ്പുറത്തെ 30-ഓ 36-ഓ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നവർ, ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ആ ബഹുഭൂരിപക്ഷമൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്കറിയാം സമസ്ത എന്ന പർവ്വതം ഒരു ഭാഗത്ത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഹിമാലയം മറ്റൊരു ഭാഗത്ത്. ഇത് രണ്ടിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തതാണ് കാന്തപുരം സുന്നി. അതൊരു വെയിലത്ത് വാടുന്നതല്ല മക്കളെ. ആ വക പൂതിയൊന്നും നിങ്ങൾക്കാർക്കും വേണ്ട. 140 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുന്നതിനെ പറ്റി പറയാൻ പാണക്കാട്ട് തങ്ങൾ പാപ്പാക്ക് അധികാരമുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലക്ക് കാന്തപുരത്തിനും അധികാരമുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരനും വോട്ടാവകാശമുണ്ടെങ്കിൽ ആ വോട്ടാവകാശം ഞങ്ങൾക്കുമുണ്ട്. ഞങ്ങളെ വോട്ട് നിങ്ങൾ തീരുമാനിക്കണ്ട, ഞങ്ങളെ രാഷ്ട്രീയം നിങ്ങൾ തീരുമാനിക്കണ്ട. ഞങ്ങൾക്ക് തീരുമാനിക്കാനുള്ള അറിവുണ്ട്, കഴിവുണ്ട്, ചെയ്യുകയും ചെയ്യും. ഇന്ന് ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ 89 പിളർന്നതായിട്ടല്ല ഈ പ്രസ്ഥാനം വളർന്നത്. ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടല്ല. ആർക്കും തമ്മിൽ ഒരു പരിചയവുമില്ല. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തത്. പക്ഷേ ഞങ്ങളെ പ്രസ്ഥാനം വളരുന്നതിൽ, ഞങ്ങളെ പ്രസ്ഥാനത്തെ വളർത്തുന്നതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ വലുതാണ്. അവരുടെ പങ്കില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഈ ശക്തി നമുക്കുണ്ടാകുമായിരുന്നില്ല. ആ നിലക്ക് നിങ്ങളോട് നന്ദിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ കാന്തപുരത്തെ വിളിക്കുമ്പോൾ ഞങ്ങൾ പാണക്കാട്ടെ തങ്ങളെ തിരിച്ചു വിളിക്കാത്തത്. കാരണം ചെയ്തു തന്നതിന് ഒരു നന്ദി വേണമല്ലോ. അതുകൊണ്ട് ഒരു ഹംസക്കുട്ടിയെയോ അതല്ലെങ്കിൽ അതുപോലുള്ള കുറെ ഹംസക്കുട്ടികളെയോ അതല്ലെങ്കിൽ വേറെ ഈ കൂട്ടത്തിൽ എല്ലാവരെയുമോ കൊന്നു കളഞ്ഞിട്ടൊന്നും പ്രസ്ഥാനം വളർത്താമെന്ന് വിചാരിക്കണ്ട. ഇത് ഞങ്ങളാരും ഒരു പോക്കിരിത്തരം പറയുകയല്ല. നിങ്ങളെയൊക്കെ ഒരു ഉമ്മ പ്രസവിച്ചതുപോലെ പ്രസവിച്ചത് തന്നെയാണ് ഞങ്ങളും. നിങ്ങളൊക്കെ ജനിച്ചതുപോലുള്ള ഒരു രാഷ്ട്രത്തിൽ തന്നെയാണ് നമ്മളും ജനിക്കുന്നത്. നമുക്കൊക്കെ ഭരണഘടന ഒന്നാണ്, നമുക്കൊക്കെ പോലീസ് സ്റ്റേഷൻ ഒന്നാണ്, നമുക്കൊക്കെ കോടതി, നമുക്കൊക്കെ അള്ളാഹു ഒന്നാണ്, നമുക്കൊക്കെ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹ് ഒന്നിനാണ്, നമുക്കൊക്കെ കിതാബ് ഖുർആൻ തന്നെയാണ്, നമുക്കൊക്കെ ഹദീസ് മുത്തനബിയുടെ തന്നെയാണ്, നമ്മുടെയൊക്കെ മദ്ഹബ് ശാഫി മദ്ഹബ് തന്നെയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തൊക്കെ സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ടോ? ഒരു കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വോട്ട് ചെയ്യാനും അഹ്ലുസുന്ന വൽ ജമാഅ സിന്ദാബാദ് എന്ന് പറയാനും ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കും.
കുറച്ച് അറിവില്ലാത്ത കുറച്ച് ചെറുപ്പക്കാര് മക്കൾ, ഓ പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ദീനായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളെ ദീൻ പറയുന്നിടത്ത് ഒരുപാട് രംഗങ്ങളിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളെ തടസ്സപ്പെടുത്തിയതിന്റെ കഥകൾ ഏറെ ഉള്ളത് കൊണ്ടാണ് മക്കളെ നിങ്ങൾ മുസ്ലിം ലീഗിനെ പറയേണ്ടി വന്നത്. ഇതെന്റെ ചെറുപ്പക്കാർ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് കാന്തപുരം ഉസ്താദ് എന്തിനാണ് വോട്ടൊക്കെ പറയേണ്ടി വന്നത്? കാന്തപുരം ഉസ്താദ് വോട്ട് പറഞ്ഞത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ പോയിട്ടല്ല. കാന്തപുരം ഉസ്താദ് വോട്ട് പറഞ്ഞത് ഇവിടെ എല്ലാ സ്ഥലത്തും വോട്ടിന് വേണ്ടി സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ടല്ല. കാന്തപുരം ഉസ്താദ് നൽകുന്ന മർക്കസ് സ്ഥാപനത്തിൽ പഠിച്ച നൂറുദ്ദീൻ എന്ന കുട്ടി, ഉസ്താദിന്റെ അടുക്കൽ പഠിച്ച മോന്, അവിടെ വോട്ടും തെരഞ്ഞെടുപ്പും വിഷയമൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം വർഷത്തിലൊരിക്കൽ മർക്കസിൽ നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ അലുമിനൈ മീറ്റ് നടക്കുകയാണ്. ആ മീറ്റ് നടക്കുമ്പോൾ മർക്കസിന്റെ ആർട്സ് ആൻഡ് സയൻസ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്ന പൂർവിക വിദ്യാർത്ഥികൾ നിറഞ്ഞു കവിഞ്ഞു മീറ്റിംഗ് ഹാളിൽ. അപ്പൊ അപ്പൊ പറഞ്ഞു, മക്കളെ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് നഷ്ടപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന മലയാളികളെ നമ്മൾ തിരിച്ചറിയണം എന്ന് ഉസ്താദ് പറഞ്ഞതാണ് എന്ന കാര്യം നിഷ്പക്ഷമതികൾ ഓർക്കണം. ദീനി സ്നേഹിതന്മാർ ഓർക്കണം. അതൊരു വാപ്പാക്കാണെങ്കിൽ ഉണ്ടാകൂലേ, ഒരു ഗുരുവര്യർക്ക് ഉണ്ടാകൂലേ? പ്രിയപ്പെട്ട സഹോദരന്മാര്, ജയിക്കലും തോൽവിയും അതൊക്കെ ജനാധിപത്യ മത്സരത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. എല്ലാവരും ജയിക്കുകയാണെങ്കിൽ പിന്നെ മത്സരം വേണ്ട കാര്യമില്ലല്ലോ. ജയവും തോൽവിയും ഒക്കെ സാധാരണയായി ഉണ്ടാകും. AP ഉസ്താദ് ഇവിടെ എന്ത് പറഞ്ഞു, എന്തിനു പറഞ്ഞു, എവിടെ വെച്ച് പറഞ്ഞു? നമ്മൾ ഓർക്കണം, ഉസ്താദിന്റെ സ്ഥാപനത്തിൽ പഠിച്ചിരിക്കുന്ന കുട്ടിയാണ് കൊല ചെയ്യപ്പെട്ടത്. മണ്ണാർക്കാട് കൊല ചെയ്യപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരിൽ ഒരാള്. ആ കുട്ടിയെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടിയപ്പോൾ ആ മീറ്റിംഗിൽ കാണാത്തപ്പോൾ ആ ഗുരുവിന്റെ മനസ്സ് വേദനിച്ചു. ആ വേദനയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു, അത് പറയേണ്ടതല്ലേ? നിങ്ങൾ ഓർത്തു നോക്ക്, ഉമ്മമാരെയും സഹോദരിമാരെയും നിഷ്പക്ഷകന്മാരായ ആളുകളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏറെ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 30 ഈ പ്രസ്ഥാനത്തിന് വളർച്ചയേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും ഒരു തെരഞ്ഞെടുപ്പ് അനധിവിദൂരമല്ല. ലോക്സഭാ ഇലക്ഷൻ ഇനിയും വരുന്നു. നിങ്ങളെ കാൽക്കൽ വോട്ട് ചോദിച്ചു വരേണ്ട ഗതികേട് AP വിഭാഗത്തിനില്ല. ഞങ്ങളെ കാൽക്കൽ നിങ്ങൾ വരും, ഞങ്ങളെ കാൽക്കൽ നിങ്ങൾ വരും. ഓരോ പ്രവർത്തകനും മനസ്സിലാക്കണം, ഈ ഹംസക്കുട്ടിയെ കുറിച്ച് ഓർക്കണം. നിങ്ങൾ എവിടെ വോട്ട് ചോദിച്ചു വന്നാലും നമ്മുടെ ശുഹദാക്കളെ കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഇനിയും വരും മത്സരങ്ങളൊക്കെ. ഒരു കൊല്ലത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. 5 വർഷം കൂടുമ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ, ഒരു പാർലമെന്റ് ഇലക്ഷൻ, ഒരു അസംബ്ലി ഇലക്ഷൻ ഒക്കെ വരും. അതൊക്കെ വരും. നമുക്ക് നമ്മുടേതായ നയങ്ങളും രൂപങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് രാഷ്ട്രീയത്തിൽ പ്രത്യേകം നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ഓരോ യൂണിറ്റിനെയും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും മറ്റെല്ലാ പ്രവർത്തകരോടും നമ്മുടെ ഒരു പ്രവർത്തകനെയും നമ്മൾ നിർബന്ധിച്ച് ഇന്നതിനെ വോട്ട് ചെയ്യാവൂ, അങ്ങനെ ഒരു നയം നമ്മൾ സ്വീകരിക്കാറില്ല. ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതോടൊപ്പം ദീനിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ നിൽക്കാവൂ. നേരത്തെ സമസ്തപ്പെടുന്ന ഒരു വിഭാഗം മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു. നാം ഒരു പള്ളി മെഹ്റാബാണ് നമ്മുടെ ദഅവാ കേന്ദ്രം. അവിടെ ആ ഗ്രാമത്തിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന ആളുകളെ കൂട്ടത്തിൽ കോൺഗ്രസുകാര്, ലീഗുകാര്, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളുടെ ആളുകൾ, മറ്റ് ജനതാദളിന്റെ ആളുകൾ, മറ്റ് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടാകും. അവരൊക്കെ നിങ്ങളെ പിന്നിൽ മഅ്മൂമിങ്ങളായി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായി അവിടെ അറിയപ്പെടരുത്. കാരണം നിങ്ങളെ വാക്ക് ഒരു രാഷ്ട്രീയത്തിന്റെ ഫത്വയായി, നിങ്ങളുടെ പ്രസംഗം ഒരു രാഷ്ട്രീയത്തിന്റെ പ്രസംഗമായി ആരും മനസ്സിലാക്കരുത്, ദീനായിരിക്കണം. അതുകൊണ്ട് നമ്മളൊരു പ്രത്യക്ഷമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളാകേണ്ടതില്ല. അതേ സമയത്ത് സമ്മതിദാനാവകാശം, മനസ്സാക്ഷിയുടെ അംഗീകാരം അത് രേഖപ്പെടുത്താൻ നമുക്കൊക്കെ പൗരത്വമുണ്ട്.
ആ പൗരത്വത്തിൽ നമ്മളിത് രേഖപ്പെടുത്തുകയും ചെയ്യും. ആ നില തന്നെയാണ് നമുക്കിപ്പോഴുമുള്ളത് രാഷ്ട്രീയ രീതി. അതിൽ AP ഉസ്താദിനെ അങ്ങേയറ്റം വേദനിപ്പിച്ചപ്പോൾ ആ വേദന ഉസ്താദിന്റെ മക്കളുമായി പങ്കുവെക്കേണ്ട അധികാരമുണ്ട്. അതിന് നമ്മളിപ്പോ ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്ത കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകൾ എഴുതി മനഃപ്പാടമാക്കി വെച്ചൊരു ഒരു മുദ്രാവാക്യമുണ്ട്. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അതൊന്ന് വിളിക്കും. അത് ഞങ്ങൾ കണക്കൂട്ടിയത് തന്നെയാണ്. കാന്തപുരത്തിൻ മയ്യത്ത്, അതാണ് ഞങ്ങളെ നെയ്യത്ത്. 30 കൊല്ലമായിട്ട് ഞങ്ങൾ കേൾക്കണ നെയ്യത്താണ്. ഇത് നമ്മൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാലും നിയ്യത്ത് തന്നെയാണ്. നമ്മൾ വോട്ട് ചെയ്യേണ്ട പറഞ്ഞാലും നിയ്യത്താണ്. നമ്മൾ മിണ്ടാതിരുന്നാലും നിയ്യത്താണ്. നമ്മൾ പറഞ്ഞാലും നിയ്യത്താണ്. നിയ്യത്ത് എന്താ മാറ്റാൻ പറ്റണം? ഇതിങ്ങനെ തുടങ്ങിയിട്ട് കുറെ കാലമായി. പേരോടിന്റെ എല്ലൂരും പൂച്ചമ്പാറിന്റെ പല്ലൂരും പിന്നെ കാന്തപുരത്തിൻ മയ്യത്ത്, അതാണ് ഞങ്ങളെ നിയ്യത്ത്, ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കൊല്ലത്തിലായി. ഇതിവരെ എഴുതി വെച്ചതാണ്. ഒന്ന് പരിഷ്കരിപ്പിച്ചൊന്ന് നന്നാക്കി വിളിച്ചുകൂടെന്നാല് പറഞ്ഞതന്നെ. അതിന് വിദ്യാഭ്യാസ വകുപ്പ് കയ്യിലുണ്ട് എന്നല്ലാതെ വിവരം വേണ്ടേ? പുതിയത് ഉണ്ടാക്കണമെങ്കിൽ വകുപ്പ് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അവിടെ കാക്കാനോട് പാസ്പോർട്ട് ഓഫീസിക്ക് അപേക്ഷ കൊടുത്തപ്പോഴേ ആ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് അമാരാക്ക ഇതൊരു പോട്ടല്ല, നിങ്ങൾ പോട്ടം കൊണ്ടുവരുന്നതാണ്. പോട്ടത്തിനൊന്നും ആവില്ല, ഞാൻ തന്നെയാണ് വരാറ് എന്ന മാതിരിയാണ്. വിവരമൊന്നുമില്ല, വകുപ്പേ ഉള്ളൂ നമ്മളെടുത്ത്. മുദ്രാവാക്യം മാറ്റി വിളിച്ചണമെങ്കിൽ അതിന് വിവരം വേണ്ടേ?